ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്ക് നല്ല സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. അപ്പം നമ്മളിത് ഉണ്ടാക്കുന്നത് നമ്മൾ പച്ചരിയും കിച്ചരി പരിപ്പുണ്ടല്ലോ, നമ്മളെ ചെറുപയർ പരിപ്പ്, അതും കൂടി വെച്ചിട്ടാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് പച്ചരി ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചരി എടുക്കുന്ന ഏത് പാത്രത്തിലും അതിൻ്റെ പകുതി തന്നെ നമുക്ക് പരിപ്പ് ഇട്ടെടുക്കാം കേട്ടോ അതിലേക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്, അതേ ഗ്ലാസ് തന്നെ പകുതിയോളം ഞാൻ പരിപ്പും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് രണ്ടും ഒരുമിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ടെടുക്കുക. ഒരു 3-4 വെള്ളത്തിൽ നന്നായിട്ട് തന്നെ കഴുകിയിട്ടെടുക്കുക കേട്ടോ പരിപ്പും പച്ചരിയും. ഇപ്പോൾ ഇത് നമ്മൾ പരിപ്പും പച്ചരിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് സോക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അങ്ങ് ഒരുപാട് സമയം വെക്കേണ്ട പച്ചരിയല്ല, അപ്പം പെട്ടെന്ന് തന്നെ അത് കുതിർന്ന് വന്നോളും. അപ്പോൾ ഇതാ 10 മിനിറ്റിന് ശേഷം ഞാനിതാ ഒരു കുക്കറിലേക്ക് രണ്ടും കൂടി മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചരി എടുത്ത അതേ ഗ്ലാസ് തന്നെ 3 ഗ്ലാസ്സോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ അരിയും പരിപ്പൊക്കെ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ കൂട്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നല്ല കൂടുതലാകാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ അരി വേകുന്ന സമയത്ത് അതിൻ്റെ വെള്ളമൊക്കെ പുറത്തേക്ക് മറിയാനുള്ള ചാൻസ് ഉണ്ട് കുക്കറിന്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വെള്ളം കുറഞ്ഞു പോയാലും പ്രശ്നം തന്നെയാണ്, പെട്ടെന്ന് ഇത് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഒഴിക്കുക. ഇനി ഒരു 4 വിസിൽ നമുക്ക് അടുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 4 വിസിൽ കൊണ്ട് നമ്മളെ പരിപ്പും അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇടയ്ക്കൊരു കട്ട പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ പച്ചരിയും പരിപ്പൊക്കെ വേവിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തില്ല. അപ്പോൾ ഈ ഒരു സമയത്താട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിത് വേവിക്കുന്ന സമയത്ത് വേവിച്ചതിന് ശേഷം നമ്മൾ അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്ത സമയത്ത് ഇത് ചിലപ്പോൾ നമ്മൾ കൂടുതൽ സമയം അത് ആറാൻ വേണ്ടി വെക്കുമ്പോൾ പെട്ടെന്ന് കട്ട ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയായിട്ട് ആയിക്കണമെങ്കിൽ നമുക്ക് നല്ല തിളപ്പിച്ചിട്ടുള്ള ചൂടുവെള്ളം അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി. അതൊക്കെ അങ്ങ് വേറെ വേറെ ആയിട്ട് നമുക്ക് കിട്ടിക്കോളും. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് നല്ല കട്ടിയുള്ള 2 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പാൽ തന്നെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരണ്ട, ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരുപാട് അങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട, പെട്ടെന്ന് തേങ്ങാപ്പാലല്ലേ പിരിഞ്ഞുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമുക്ക് നോമ്പിൻ്റെ സമയത്താണെങ്കിലും ഈ ഒരു ചൂടിനൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി കേട്ടോ. നമ്മളെ വിശപ്പും ദാഹവും ഒക്കെ മാറി നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് കുടിക്കുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാര ചേർത്താലും ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാകാൻ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര വേണമെങ്കിലും അതും ചേർക്കാം. നമ്മളിത് വേകുന്ന സമയത്ത് തന്നെ ഒന്ന് ശർക്കര മെൽറ്റ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് പിന്നെ കാണാം. ബൈ, താങ്ക് യു.